ആദ്യമായി കഴിഞ്ഞ ഏറ്റവും അവസാനം അരവിന്ദ് കെജ്രിവാൾ സത്യപ്രതിജ്ഞ അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിലാണ് ഡൽഹി കലാപം നടക്കുന്നത്. ഈ ഡൽഹി കലാപത്തിന്റെ ഒരു സാമൂഹിക വിഭജനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അത് BJP ഗുണകരമാവുമോ? അതല്ല വോട്ടർമാരും ജനവും അതൊക്കെ മറന്നോ? അല്ല, നമുക്ക് തീർച്ചയായും ഡൽഹി കലാപം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ രണ്ടാം മോഡി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയൊക്കെ അതിന്റെയൊക്കെ ഭാഗമായി ഉണ്ടാക്കിയൊരു തിരക്കഥയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന്റെ ഒരു ഗുണഫലം അവർക്ക് ആ ലോക്സഭാ ഇലക്ഷനിൽ സംഭവിച്ചിരുന്നു. പക്ഷെ എപ്പോഴും ഡൽഹിയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ലോക്സഭാ ഇലക്ഷനിലെയും നിയമസഭാ ഇലക്ഷനിലെയും റിസൾട്ട് എന്തൊക്കെയായാലും കഴിഞ്ഞ 2 അസംബ്ലി ഇലക്ഷനിൽ വ്യത്യസ്തമായിരുന്നു. അത് ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് വലിയ ഭൂരിപക്ഷം നൽകുമ്പോഴും അസംബ്ലി ഇലക്ഷനിൽ അതിന് തീർത്തും വ്യത്യസ്തമായി ആം ആദ്മി പാർട്ടിക്കൊപ്പം നിലകൊള്ളുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ 2 ലോക്സഭാ ഇലക്ഷനിലും കഴിഞ്ഞ 2 നിയമസഭാ ഇലക്ഷനിലും നമ്മൾ കണ്ടത്. ഇക്കുറി ആ ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്നത് വ്യക്തമല്ല. പക്ഷേ ഈ പറയുന്ന പോലെ വലിയ തോതിൽ കോൺഗ്രസിന്റെ ഒരു ആക്രമണം ആം ആദ്മി പാർട്ടിക്ക് നടന്നത് ഡൽഹി കലാപത്തിന്റെ ഘട്ടത്തിലും അല്ലെങ്കിൽ എപ്പോഴൊക്കെ ന്യൂനപക്ഷങ്ങൾ വെല്ലുവിളി നേരിട്ട ഘട്ടത്തിലും ആം ആദ്മി പാർട്ടി വേണ്ട വിധം അവർക്കൊപ്പം നിലകൊണ്ടിട്ടില്ല എന്ന ഒരു നിശ്ചിതമായ ആക്രമണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തന്നെ രംഗത്ത് വന്ന് നടത്തിയിരുന്നു. പക്ഷേ ഈ ഇലക്ഷൻ എനിക്ക് തോന്നുന്നില്ല അത് ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ ആം ആദ്മി പാർട്ടിയെ അകറ്റുന്നതിൽ അവരെ മാറ്റി നിർത്തുന്നതിൽ ഒരു ഘടകമായി മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ എന്തൊക്കെയായാലും ഫൈനൽ റൗണ്ടിൽ മത്സരം ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലായിരുന്നു. കോൺഗ്രസ് വളരെ സജീവമായി പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നു എങ്കിൽ കൂടി അവർക്കൊരു വിജയ സാധ്യത എന്നത് വലിയ തോതിൽ കൽപ്പിക്കപ്പെടും. ആ ഒരു നിലയിലേക്ക് കോൺഗ്രസ് ഇനിയും ഡൽഹിയിൽ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ന്യൂനപക്ഷ വോട്ടർമാർ ഇക്കുറിയും വളരെ വിവേകപൂർവ്വം അവർ ചിന്തിക്കുകയും അവർ ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം തന്നെയാണ് നിൽക്കുക. അവർക്ക് പല റിസർവേഷൻസും പല കാര്യങ്ങളിലും ഉണ്ടാവാം. അതൊക്കെ തീർച്ച തന്നെയാണെങ്കിലും ഈ ഇലക്ഷൻ ഘട്ടത്തിൽ നിർണായകമായ ഇലക്ഷൻ ഘട്ടത്തിൽ BJPയെ തോൽപ്പിക്കുക എന്നൊരു അനിവാര്യ ഘടകമാകുമ്പോൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഡൽഹിയിലെ സാഹചര്യം ഒരർത്ഥത്തിൽ പ്രവചനാതീതമാണ് എന്നുകൂടി പറയാം എന്ന് തോന്നുന്നു. ആം ആദ്മി പാർട്ടി വലിയ കോൺഫിഡൻസ് ഇപ്പോഴും വെച്ച് പുലർത്തുകയാണ്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും BJPക്ക് അനുകൂലമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് മേലിൽ പ്രത്യേകമായ താല്പര്യങ്ങളുണ്ട്. ഗോദി മീഡിയ ചെയ്യുന്നതാണ് എന്നാണ് പറയുകയും എന്ന് മാത്രമല്ല, നേരത്തെ PR അരവിന്ദ് റിപ്പോർട്ട് ചെയ്യുന്നു, ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്ത് വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഒരു വലിയ സ്റ്റേജ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ആത്മവിശ്വാസത്തിന് നടുക്ക് നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി. പക്ഷേ BJP ഇത്തവണ എന്തായാലും ഞങ്ങൾ ഭരിക്കാൻ പോകുന്നു എന്ന വലിയ പ്രതീക്ഷ എടുത്തുയർത്തി നിർത്തിയിരിക്കുന്നതും കാണാം. അപ്പോൾ ഏതൊക്കെ ഘടകങ്ങളാണ് പ്രവർത്തിച്ചത്, ആരാണ് വരിക? അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ അകത്ത് പോയി പുറത്തു വന്നപ്പോൾ അഗ്നിശുദ്ധി വരുത്തി ജനങ്ങളുടെ പിന്തുണയോടെ ഞാൻ മടങ്ങി വരും അല്ലെങ്കിൽ എന്നെ എടുത്തെറിഞ്ഞേക്കൂ എന്ന് പ്രഖ്യാപിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ഭാവി, അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ ഭാവി എല്ലാം ഇന്നത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. 8 മണിക്ക് അറിയാം ആം ആദ്മി പാർട്ടി എന്ന മൂവ്മെന്റ് മുന്നോട്ട് പോകാൻ പോവുകയാണോ അതോ അത് അസ്തമയത്തിന്റെ സൂചനകൾ നൽകാൻ പോവുകയാണോ എന്ന്.